ഇപ്പോൾ ഹോട്ടലുകളിൽ പോയാലേ അൽഫാമിനെക്കാണി കൂടുതലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന മസാല ഷവായ അല്ലേ. അപ്പോൾ ആ മസാല ഷവായ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന മസാല ഷവായയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് കറക്കുന്ന സാധനങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഐറ്റമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു രീതി. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് ആദ്യം മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു 10-15 ചെറിയ ഉള്ളി വേണം. അതിലേക്ക് ഒരു തക്കാളി, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ച് അരച്ചെടുക്കാം. മസാലയ്ക്ക് നല്ല പുളി വേണ്ടതുകൊണ്ട് വിനാഗിരി ഒഴിച്ച് നല്ലപോലെ ഒഴിക്കണം. പോരാത്ത വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം ഒരു ഫുൾ ചിക്കനിലേക്ക് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഒരു വിസിലടിച്ച് വേവിക്കാം. വെന്ത ചിക്കൻ നമ്മൾ വിസിൽ പോയതിന് ശേഷം എടുത്ത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് മസാല ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ആ മസാലയിലൊന്ന് പുരട്ടിയെടുത്താൽ നമ്മുടെ മസാല ഷവായ റെഡിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ കൂടെ ഞാനൊരു മന്തി റൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ റൈസിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്തൊന്ന് കൂടെ കൂട്ടാൻ മറക്കരുതേ.